ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, എപ്പോഴും എവിടെ എങ്ങനെ കുഴി വരുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ചു പോകണം. പ്രത്യേകിച്ച് ക്രൂസൊക്കെ ഈ മെയിനായിട്ടുള്ള വിഷയം എന്താ അറിയുമോ, ഇതൊക്കെ 2 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ചെയ്യാൻ പോണത് ഇതാ ഈ കാണുന്ന ക്രൂസാണ്. ക്രൂസിൻ്റെ സസ്പെൻഷൻ സൈഡാണ് നമ്മൾ കാണിക്കാൻ പോണത്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. സസ്പെൻഷൻ ഓടി ചീത്തയായതല്ല ഇതിൽ വരുന്നത്, അതായത് സ്വാഭാവികമായൊരു കംപ്ലൈൻ്റ് അല്ല. പൊതുവേ ഈ വരുന്ന ക്രൂസുകൾക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റുള്ള വണ്ടിയാണ്. അപ്പം വെയിറ്റുള്ള വണ്ടികൾ ആര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, അതായത് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഒരു സെഡാനാണ്, പ്രത്യേകിച്ച് പൊക്കവും കൂടി കുറവുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അതായത് നമ്മൾ ഓടിക്കുന്ന റോഡിനനുസരിച്ച് ഓട്ടിക്കുന്നവൻ അവൻ്റെ മൂള ഉപയോഗിച്ച് വണ്ടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പണി കിട്ടും. ഇതിപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കസ്റ്റമർ എടുത്തതാണ്. അപ്പം അദ്ദേഹത്തിന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടി തെക്ക് വടക്ക് പോകണ കണക്കൊരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് കൊണ്ടുവന്നതാണ്. ഇങ്ങോട്ടൊന്ന് നോക്കേ, ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്കൊക്കെ 2 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഷോക്കിന് പണി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോവർ ആമിന് പണിയിട്ടുണ്ട്. ഇത്തിരി ഇരുട്ടായിട്ടെല്ലാം നല്ലോണം കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ ബുഷൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. കാര്യം തട്ട് കിട്ടിയതിൽ വന്ന പ്രശ്നമാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ മറു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടിയുടെ വലത്തെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്കും ബെൻഡായിട്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ സൈഡിലെ ലോവർ ആമിനും പണിയിട്ടുണ്ട്. ബുഷും കാര്യങ്ങളൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോവർ ബോൾ ജോയിൻറ്റും കംപ്ലൈൻ്റ് ഉണ്ട്. ഇളക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് വലിച്ചിളക്കാം. നമ്മൾ ഷോക്കെല്ലാം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, സാധനം എല്ലാം കൂടി വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷോക്ക് അഴിച്ചെടുക്കാം. ബൂട്ട് കീറിപ്പോയതാണ്. ഒരു ബൂട്ട് വാങ്ങിച്ചിടണം. ബൂട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ബൂട്ടിന് വാങ്ങിക്കണം. ഇനിയിപ്പം 2ആയിട്ട് ഒടിഞ്ഞിരിക്കുന്ന ഈ സാധനം കണ്ട, ഈ സാധനം ഇനി ഇളക്കിയെടുക്കണം. ഈ ഒരു ഐറ്റം ഷോക്ക് നമുക്ക് പിരുത്ത് നോക്കണം. ഇതിൻ്റെ മൗണ്ടിങ് എന്തായാലും ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇളക്കി പിരുത്ത് നോക്കണം. ഷോക്കിന് ചെറിയൊരു ബെൻഡ് കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇളക്കട്ടെ. അതുപോലെ നമ്മുടെ സ്റ്റെബിലൈസർ ലിങ്ക് ഒടിഞ്ഞു പോയ സാധനം നമ്മളെ വണ്ടിയുടെ സ്റ്റെബിലൈസർ ലിങ്ക്, അതും കൂടെ നമുക്ക് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, എപ്പോഴും എവിടെ എങ്ങനെ കുഴി വരുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ചു പോകണം. പ്രത്യേകിച്ച് ക്രൂസൊക്കെ ഈ മെയിനായിട്ടുള്ള വിഷയം എന്താ അറിയുമോ, ഇതൊക്കെ 2 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തരും പോയി കടം വാങ്ങിച്ച് അത് ഇതും ചെയ്ത് വണ്ടി എടുക്കും. അവസാനം ഇതിനൊക്കെ വല്ല പണിയും കിട്ടിയാണെങ്കിൽ 30,000 35,000 രൂപയൊക്കെ വേണം സ്പെയർ പാർട്സിനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഷോക്കൊന്ന് പിരിക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ലോവർ ആം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ലോവർ ആം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോവർ ആം. ഈ ഒരു ലോവർ ആമിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ബുഷും ഇത് കണക്കിന് ഈ വരുന്നൊരു ഭാഗത്തുള്ള ബുഷും കംപ്ലൈൻ്റ് ആണ്. അത് കണക്ക് ഇതിൻ്റെ കൂട്ടെല്ലാം കീറിപ്പോയിട്ട് ഡാമേജാണ്. ഡാമേജ് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൂസൊന്നുമല്ല, പക്ഷേ ബൂട്ടൊക്കെ കീറിപ്പോയ സ്ഥിതിക്ക് ഈ സാധനം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നമുക്ക് ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റൊക്കെ സെപ്പറേറ്റ് മാറാമെന്നുള്ളത്. പക്ഷേ ഇതിലങ്ങനെ മാറാൻ പറ്റത്തില്ല. ഇതിൽ മാറാൻ പറ്റുന്നത് വെച്ചാൽ സെറ്റോടെ മാറാൻ പറ്റുള്ളൂ. അതേസമയം ബുഷൊക്കെ നമുക്ക് ഉണക്കി പ്രസ് ചെയ്തൊക്കെ മാറാൻ പറ്റും. ഒരു പക്ഷേ ഈ ഒരു ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റ് കംപ്ലൈൻ്റ് ആയാൽ ചിലപ്പോഴൊക്കെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ആരും ചെയ്യണ്ട, എന്നാലും പ്രസ് ചെയ്തൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാൻ പറ്റും. അത്യാവശ്യം സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണക്കി ചെയ്യാം. വണ്ടി കച്ചവടത്തിന് വേണ്ടിയൊന്നും ഉടായ്പ കാണിക്കരുത്. ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഭാഗം കൂടി ഇളക്കി പിരുത്ത് എടുക്കാം. അതിന് മുമ്പ് ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ ഇളവിയിരിക്കുന്ന ബാക്കി ഭാഗം ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇളക്കിയെടുക്കണം. വാക്കല്ലാതെ ഒരു കട്ടറി വീണതിൻ്റെ പേരിൽ ഇതിൽ ഇത്രയും സാധനമാണ് ഇപ്പം നിലവിൽ മാറേണ്ടി വന്നേക്കുന്നത്. കാര്യം ബഡ്ജറ്റ് നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം. ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. സ്റ്റെബിലൈസർ ലിങ്ക് ഇപ്പം ഇതിൽ നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്ന മെറ്റൽ ടൈപ്പാണ്. പക്ഷേ ഇതിൽ നേരത്തെ കിടന്നത് ഫൈബറാണ് ഇതിൽ OEM വരുന്നത്. ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്ക് ഇട്ടിട്ട് ഇതുപോലെ 2ആയിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റും ബുഷൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റൊക്കെ നമുക്ക് സെപ്പറേറ്റ് മാറാൻ പറ്റുന്നൊരു ടൈപ്പല്ല. അതുപോലെ തന്നെ ഷോക്കിൻ്റെ കേസിട്ട്, ഷോക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത്തിരി അടുത്തോട്ട് വന്ന് ഷോക്കിന് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഷോക്ക്, ലെഫ്റ്റ് സൈഡ് ഷോക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ലെഫ്റ്റ് സൈഡ് ഷോക്ക് തന്നെ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഷോക്കിന് ബെൻഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ ഡെഡാണ്, ചത്തുപോയി. കണ്ട, ചത്ത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പം നിൽക്കും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ 2 ഷോക്കിൻ്റെ അവസ്ഥ ഇതാണ്. അതുപോലെ തന്നെ ഒരു സൈഡിലെ സ്റ്റെബിലൈസർ ലിങ്ക് ലൈറ്റായിട്ട് ബെൻഡായിട്ട് പോയിട്ടുണ്ട്. നമ്മളിതിൻ്റെ സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഷോക്ക് അബ്സോർബർ, അത് കണക്ക് തന്നെ ലോവർ ആം അസംബ്ലി ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സ്റ്റെബിലൈസർ ലിങ്ക്
ഇത്രയും സാധനം നമ്മൾ ഈ ഒരു വണ്ടിയിൽ മാറിയിട്ടുണ്ട്. അതിന് ഇപ്പം ഷോക്ക് അബ്സോർവർ മാറുമ്പോൾ ഷോക്കിൻ്റെ കിറ്റ്, സ്റ്റിയറിംഗ് മൗണ്ടിങ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് മാറുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞും കണ്ടും കേട്ടൊക്കെ വരുമ്പം നിസ്സാരമായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഈ ക്രൂസിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. നിങ്ങൾ 100 150 വണ്ടി ഓടിച്ചോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിലെ റോഡിലൂടെയാണ് നിങ്ങൾ ഓടിക്കുന്നത് എന്നുള്ള ബോധം വേണം. എപ്പോഴും നില കട്ടിങ്ങോ കുണ്ടോ കുഴിയോ ഒക്കെ വരാം. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. കട്ടിലൊക്കെ ചെന്ന് ഡുമ്മെന്നും പറഞ്ഞ് വീഴുമ്പോഴത്തേക്ക് ഒരു വീഴ്ചയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്ന 50,000 രൂപ മുതൽ മുകളിലോട്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെയറിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. ക്രൂസിൻ്റെ സ്പെയറിന് ഇപ്പം നിങ്ങൾ ഒരിത്തിരി ആഫ്റ്റർ മാർക്കറ്റ് കുറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് തന്നെയും അത്യാവശ്യം പൈസ വരും എന്നുള്ളതാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ക്രൂസ് ഉപയോഗിക്കുന്നവർക്കും ക്രൂസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കും ക്രൂസ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുള്ളവർക്കും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.